ഞാൻ വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ അവിടെ ഹൈക്കമാൻഡിൽ ഇന്നുണ്ടാകുന്ന നിർണായക നീക്കങ്ങൾ അതെന്താകുമെന്നറിയാൻ കിരൺ ബാബു ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. കിരൺ ബാബു, ഈ ദൃശ്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫ്ലൈറ്റിനുള്ളിലെയും എയർപോർട്ടിൽ പുറത്തിറങ്ങുന്ന രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജിൽ വ്യക്തമാണ് എല്ലാം. അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, കാണുന്ന പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും എങ്ങനെയാണ് ആ ബസ്സിലെ യാത്രയൊക്കെ. എന്താണ് കിരൺ പ്രതീക്ഷിക്കുന്നത് ഇന്ന്? എന്താണ് വി ഡി സതീശൻ പ്രതീക്ഷിക്കുന്നത്? എന്താണ് രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ? ഹൈക്കമാൻഡ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? എൽദോ, രണ്ടുപേരുടെയും പ്രതീക്ഷ ഇന്ന് വൈകുന്നേരമോ നാളെയോ തന്നെ മടങ്ങിപ്പോകാം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ രണ്ടുപേർക്കും കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലത്തെ ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഈ രണ്ട് നേതാക്കൾക്കുമില്ല. കാരണം അത് തന്നെയാണ് ചരിത്രം. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെയും പെട്ടെന്ന് തീരുമാനമെടുക്കാതെ പല റൗണ്ട് ചർച്ച നടത്തുക, വീണ്ടും ചർച്ചകൾ അവസാനിപ്പിക്കുക, ഈ ഒരു മട്ടിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് ഇതുവരെയും ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ അടക്കമുള്ളവർ ഏത് സമയത്താണ് നേതാക്കളുമായി കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ച് ഇതുവരെയും അവർക്ക് സമയം അനുവദിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഏത് സമയം എന്ന് അറിയിക്കാം എന്ന് മാത്രമാണ്. നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം ഡൽഹിയിൽ നാളെ രാവിലെ മുതൽ ചർച്ചയ്ക്ക് എന്നുള്ള അറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. രണ്ടുപേരും എന്തായാലും ഇന്നലെ ഒരേ വിമാനത്തിലാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും എല്ലാം ഡൽഹിക്ക് എത്തിയത്. ആ ഡൽഹി വിമാനം ഏകദേശം 12-12:45 കൂടിയാണ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. ഇവർ രണ്ടുപേർ മുഖ്യമന്ത്രി സ്ഥാനം ഉറച്ചും പ്രതീക്ഷിക്കുന്ന, തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഇവർ രണ്ടുപേരും ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. ഹൈക്കമാൻഡ് തങ്ങളെ കൈവിടില്ല, ഹൈക്കമാൻഡിൽ തങ്ങൾക്കുള്ള ബന്ധവും ഈ MLA-മാരുടെ പിന്തുണയും ഇതെല്ലാം ചേരുമ്പോൾ തങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ കടുത്ത നിലപാടുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അവർ അത്തരം കാര്യങ്ങൾ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അത്തരം നിലപാട് തന്നെയാണ് ഇവരിൽ നിന്ന് സംസാരിക്കുമ്പോൾ ബോധ്യമാവുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമില്ല എന്നുണ്ടെങ്കിൽ അത്തരം നിലപാടുകളിലേക്ക് രണ്ടുപേരും തുടക്കത്തിൽ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളിലേക്കൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇന്ന് ചർച്ച നടക്കുമെന്നാണ്. ഇന്ന് തമിഴ്നാടിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടായാൽ ചിലപ്പോൾ ചർച്ച വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇന്ന് എന്തായാലും ഒരു റൗണ്ട് ചർച്ചയെങ്കിലും നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിൽ നടന്ന പ്രകടനങ്ങൾ അടക്കമുള്ള കേരളത്തിൽ നടന്ന നീക്കങ്ങൾ ഇതെല്ലാം വളരെ സൂക്ഷ്മമായി തന്നെ എന്തായാലും ഹൈക്കമാൻഡ് വീക്ഷിക്കുന്നുണ്ട്. കേരള ഹൗസിൽ ആണ് വി ഡി സതീശനുള്ളത്, പ്രതിപക്ഷ നേതാവ് ഉള്ളത്. കേരള ഹൗസിലല്ല താമസിക്കുന്നത് രമേശ് ചെന്നിത്തല പുറത്ത് ഹാബിറ്ററ്റ് സെന്ററിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്തായാലും ഇവിടെ രാവിലെ അങ്ങനെ മുൻകാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ കേരള ഹൗസിൽ ഇങ്ങനെ നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞാൽ 100 കണക്കിന് പ്രവർത്തകരൊക്കെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത്യപൂർവമായ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോഴും ഈ കേരള ഹൗസിൽ ഈ രാവിലെയൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നേതാക്കൾ വന്നാൽ നിറയെ പ്രവർത്തകർ, ദില്ലിയിലുള്ള മലയാളികളായ കോൺഗ്രസ് പ്രവർത്തകരൊക്കെയും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഇവരുടെയൊക്കെ പഴയ അടുപ്പക്കാരായ നേതാക്കളൊക്കെയും എത്തിച്ചേരുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും ഇന്ന് തന്നെ രാവിലെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു. കോൺഗ്രസിന്റെ രീതികളൊക്കെ അറിയാവുന്നത് കൊണ്ട് പലർക്കും അങ്ങനെ ഉണ്ടാവുന്നില്ല. പക്ഷേ അപ്പോഴും ഇന്ന് ചർച്ച നടക്കുമെന്നതും എത്ര മണിക്കാണ് ചർച്ച എന്നൊക്കെ ഇനി അല്പസമയത്തിന് ശേഷം അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കിരൺ, ഇന്നലെ രാത്രി വി ഡി സതീശനെ കാത്ത് അവിടെ ഒരുപാട് പേർ നിന്നു എന്ന് തോന്നുന്നല്ലേ? മാത്രമല്ല, ഈ നേതൃത്വം ഇന്നെങ്ങനെയാണ്? ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയാണോ അതോ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലായിരിക്കുമോ? കൂട്ടായി കാണാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ അനൗപചാരികമായി ചിലപ്പോൾ കൂട്ടായി ഒരുമിച്ച് ആദ്യം കണ്ടേക്കാം. അതിനപ്പുറത്തേക്ക് ഓരോരുത്തരെയുമായി കാണുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് രീതി. ഹൈക്കമാൻഡ് പ്രതിനിധികൾ പ്രധാനമായും ഓരോരുത്തരെയായി കാണുക. കേരളത്തിൽ ഇത് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ഫ്രണ്ട് റണ്ണറാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ചിലപ്പോൾ അദ്ദേഹം മാറി നിന്നുണ്ടാവും അത്തരമൊരു കൂടിക്കാഴ്ച. അല്ലെങ്കിൽ സംഘടനാകാര്യ സെക്രട്ടറി കൂടി ചേർന്നിട്ടാണ്. ഇപ്പോൾ നിരീക്ഷകർ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. സാധാരണഗതിയിൽ നിരീക്ഷകർക്ക് ഇനി കാര്യമായ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ ഉണ്ടാവാറില്ല. നിരീക്ഷകർ എത്ര പേരാണ് പിന്തുണച്ചത്, അതാരെല്ലാമാണ്, അവിടുത്തെ പൊതുസ്ഥിതി എന്താണ് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ ഇതിന് കോൺഗ്രസ് അധ്യക്ഷന്റെ കയ്യിലേക്കാണ് ഇത് വരുന്നത്. സ്വാഭാവികമായും ഖർഗെ ആയിരിക്കും ചിലപ്പോൾ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഇവരുമായി കൂടിക്കാഴ്ച നടത്തേണ്ടി വരും. ഒരു തീരുമാനം ഖർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് സോണിയാഗാന്ധിയെ ഇവർ കാണുന്നു. അത് സ്വാഭാവികമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ്. ഇനി അതല്ല, ഈ ഇപ്പോഴത്തെ 3 പേരുടെ നിലപാടുകൾ കണ്ടിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ആ തീരുമാനം ഇവർ അംഗീകരിക്കുകയും 3 പേരും മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന
അവസ്ഥയോ അല്ലെങ്കിൽ രണ്ടുപേർ ഒരാൾ മുഖ്യമന്ത്രി മറ്റേയാൾ മന്ത്രിയുമായി മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന അവസ്ഥയോ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു റൗണ്ട് ചർച്ചയിലോ 2 റൗണ്ട് ചർച്ചയിലോ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഓരോരുത്തർക്കും അവരുടേതായ അതിശക്തമായ ന്യായവാദങ്ങളുണ്ട്. അതിലൊക്കെയും ചില വസ്തുതകളും ഉണ്ട് താനും. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരിക്കൽ സ്വാഭാവികമായും കിട്ടേണ്ട ഭരണം നഷ്ടപ്പെട്ടു പോയ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അന്നത്തെ യുവനിരയിൽ നിന്നും വി ഡി സതീശനെ ഏൽപ്പിക്കുന്നത്. അടുത്ത തവണ ഭരണം എത്തിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നു. അങ്ങനെ ഭരണം അതും വളരെ മികച്ച വിജയത്തോടുകൂടി അത് പ്രധാനപ്പെട്ട ഒരു ചാൻസായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നോക്കിയല്ല ഹൈക്കമാൻഡ് താല്പര്യം നോക്കി മാറി നിൽക്കാൻ തയ്യാറായ ഒരാളാണ്. അപ്പോൾ ഇവിടെ മാത്രം എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ള ചോദ്യം. കഴിഞ്ഞ വർഷം ഭൂരിപക്ഷം നോക്കിയായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. പലതവണയും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനത്തെയും പാർട്ടി തീരുമാനത്തെയും പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷവും ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവായാലും വി ഡി സതീശൻ രണ്ടുപേരും രമേശ് ചെന്നിത്തലയുടെ ഒരു കാലത്ത് രമേശ് ചെന്നിത്തല നേതാവായി അംഗീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനെന്നോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളോ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് എന്നൊക്കെ പറയാം. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് ന്യായമായും കേരളത്തിലെ മറ്റ് ഗ്രൂപ്പുകളെയും സമുദായ സംഘങ്ങളെയും എല്ലാം സമവായത്തോട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതിൻ്റെ ഒരു ക്ലെയിം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചാണെങ്കിൽ കെ സി വേണുഗോപാൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ തനിക്കാണ്. കേരളത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനം, തനിക്ക് കേരളത്തിലേക്ക് മടങ്ങണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഇതെല്ലാം അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അടുപ്പം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ചുമതലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ BJP ഇതര സർക്കാരുകളുടെ ഭരണം ഉറപ്പാക്കാൻ 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ ഭരണം, ഇപ്പോൾ മൂന്നാമത്തെ ഒരു സംസ്ഥാനത്ത് കൂടി കോൺഗ്രസ് നേതൃത്വത്തിലെ മുഖ്യമന്ത്രി വരാൻ പോകുന്നു. അവിടെ അദ്ദേഹത്തിന് വേണം എന്നുള്ളത് സ്വാഭാവികമായും ഇവർക്കിടയിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ അലോസരപ്പെടുത്തുന്ന ഒരു ഘടകം കേരളത്തിൽ നടത്തുന്ന ഈ പരസ്യമായ പ്രതിഷേധങ്ങൾ, അത്തരം ഒരു പ്രതിഷേധങ്ങളെ ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നത്. ഹൈക്കമാൻഡ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെയുള്ള ഒരു ശീലമേ അല്ല. സമ്മർദ്ദം ഉണ്ടായാൽ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സംബന്ധിച്ച് എല്ലാ കാലത്തും എടുക്കുന്ന ഒരു നിലപാട്. അത് ഇനി എങ്ങനെയാണ് കാണുന്നത്, പുതിയ കാലത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊക്കെ പ്രധാനമാണ്. റൈറ്റ്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്, കേരള ഹൗസിൽ നിന്ന്. എന്താണെങ്കിലും ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയാണ്, അല്ലെങ്കിൽ നാളെയെങ്കിലും ഉണ്ടാകണം. കാരണം അത്രമാത്രം ആകാംക്ഷ ഉറ്റുനോക്കുന്നുണ്ട് കേരളം ഡൽഹിയിലെ ചർച്ചകളിലേക്ക്. തീരുമാനങ്ങൾ എന്താണ് എന്ന് വ്യക്തമാവുന്നതിൽ നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ്. കിരൺ ബാബു അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരും ബുള്ളറ്റിനുകളിൽ ഹൈക്കമാൻഡ് ചർച്ചകളുടെ കാര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും.